അപ്പോൾ നമ്മൾ തൈക്കാലം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കാടകമ്പനി യാത്ര. പ്രിയപ്പെട്ടവരെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 11:15. അപ്പം നമ്മളത് കണ്ണൂരാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്നപ്പോൾ ഒരു വണ്ടി ഉണ്ടായില്ല. ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടോളി, പെരും ബ്ലോക്ക്. ആകെ മൊത്തം ബ്ലോക്ക് ഇടും. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പ്ലാന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞത്. നമ്മളിങ്ങനെ ഇറങ്ങട്ടെ, വണ്ടി എടുത്ത് ഇറങ്ങട്ടെ. സെറ്റല്ലേ? ഓയ് ഓയ് ഷാൻ ആണോ സെറ്റ്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് ബ്ലോക്കാണ് സുഹൃത്തുക്കളെ, വണ്ടി പെരും ബ്ലോക്ക്. അപ്പോൾ നമ്മൾ പോലീസുകാർ നിൽക്കുന്നുണ്ട്, പക്ഷേ യാതൊരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഇപ്പോൾ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലുള്ള മുഴപ്പിലങ്ങാട് കടൽ തീരത്താണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കേരളത്തിലെ കേരള ടൂറിസം അംഗീകരിച്ചിട്ടുള്ള ഏക ഡ്രൈവിംഗ് ബീച്ച് ഈ കാണുന്ന മുഴപ്പിലങ്ങാട് ബീച്ചാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് എന്താണ്, 5.5 കിലോമീറ്ററോ 3.5 കിലോമീറ്റർ എന്തൊക്കെയാണ്, കറക്റ്റ് ഇതല്ല, ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോയതാണ്. പക്ഷെ ബൈ ദ വേ ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് നോക്കി. കംപ്ലീറ്റ് ഇതേപോലെ കടൽ നല്ല എന്താ പറയുക, റഫായിട്ട് നിൽക്കുകയാണ്. അത് ലോ ടൈഡും ഹൈ ടൈഡൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ. നമ്മളെ വണ്ടി അപ്പുറം നിർത്തിയിട്ടാണ്. ഇതാണ് ബീച്ചിൻ്റെ പരിസരം. നമ്മളെ ആൾക്കാരിവിടെ ഉണ്ട്. എന്താ അവസ്ഥ? കടൽ ആസ്വാദനത്തിൽ. അപ്പോൾ നൈറ്റൊക്കെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. കാരണം കപ്പിൾസൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ല സെറ്റപ്പ്. പിന്നെ കൂടുതലും കപ്പിൾസ് തന്നെയാണ്, അതിലൊക്കെ കപ്പിൾസ് ഉണ്ട് കേട്ടോ. പ്രൈവസിയിലേക്ക് സൂം ചെയ്യുന്നതിലൊക്കെ എൻജോയ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് ഇവിടെ. നോക്കി ഉള്ളപ്പോൾ ഇതാണ് തേങ്ങ ഒക്കെ വന്ന് നടക്കുന്നുണ്ട്. മുഴപ്പിലങ്ങാട് ബീച്ച് കേട്ടോ. ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്. അങ്ങനെ ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ കുറച്ചേരം ഇവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട്. ഇവിടെ വേറൊരു കെട്ടുണ്ടല്ലോ, എന്താ പാർക്കിങ്ങില്ല നമ്മളെ. അങ്ങനെ നമ്മൾ പോന്ന് ജാനകിക്കാട്ടൊക്കെ പോകുന്നുണ്ടോ. ജാനകിക്കാട് എത്താനായി. ഓക്കെ, ജാനകിൻ്റെ കാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ ജാനകിക്കാട്ടിലേക്കുള്ള വഴിയാണിത്. സംഭവം കേൾക്കണ്ടല്ലേ? നല്ല വ്യൂ ആണ്. ജാനകിക്കാട്ടിലേക്കാണ് പോയോ. അപ്പോൾ നമ്മൾ ജാനകിക്കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാടുണ്ടാവും. സംഭവം നമുക്ക് കാടൊന്നും പൊത്തിയില്ല, കാരണം നമ്മൾ മലയോര മേഖലയിൽ താമസമാണ്. ഇവിടുത്തെ കാടൊന്നും കാണും നമ്മൾ അല്ലേ. ഓക്കെ, കാടാണ് പോത്ത് കാട്ട് ജാനകിക്കാട് ഇക്കോ ടൂറിസം സെന്റർ. സംഭവം ഏതോ ജാനകി വന്നു ഇവിടെ വന്നു. മഴവിൽക്കാട് ഫോറസ്റ്റ് റിസോർട്ട്, മാനക്കട സ്റ്റാച്യു അല്ല, റിസോർട്ട് ഉണ്ടല്ലോ. റിസോർട്ട് ഉണ്ട്, പോയോക്കാം. പോയോക്കാം. ഇത് പേരാമ്പ്രക്കുള്ള റൂട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് ഈ കൗണ്ടറിന് നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കുക. 40 രൂപ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ അതിൽ നടക്കാണ്ട് അങ്ങോട്ട് ബാക്കിക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി പാലുണ്ട്. ആ പാലം കണ്ടില്ല നിങ്ങൾ? നേക്കുണ്ട് കേട്ടോ. അങ്ങനെ പ്രേമം സിനിമയിലുള്ള പാലല്ലേ, ആ പാലല്ല കേട്ടത്. ആ പാലത്തിൻ്റെ അതേ പോലുണ്ട്. കാടാണ്. നമ്മുടെ കയ്യിലുള്ള ആകെ ഒരു സ്റ്റിക്കാണ്. പവറിലിങ്ങനെ അടിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇങ്ങോട്ട് വേടാ. നല്ല അടിപൊളി മഴ, എന്താണ് പറയാ, പുഴയാണ്. പക്ഷെ അതിന് വേറെന്തൊരു പേര് പറയുമല്ലോ, അങ്ങനെ കാടിനോട് ചേർന്നിട്ടുള്ള. പുലിയൊന്നുമില്ല. നമ്മൾ
₹40 ടിക്കറ്റ്. കേരള വനം വകുപ്പ്, വന്യജീവി വകുപ്പ്, ജാനകിക്കാട് എക്കോ ടൂറിസം സെൻറ്റർ, കുറ്റ്യാടി, കോഴിക്കോട് ഡിവിഷൻ. പ്രവേശനം 9 AM to 5 PM. ടിക്കറ്റ് നിരക്ക് കുട്ടികൾ ₹20, മുതിർന്നത് ₹40, ഫോറിനേഴ്സ് ₹100. അനുവാദമില്ലാതെ വനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് കുറ്റകരമാണ്. ബോബിൻ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാസ്റ്റിക്. ഇപ്പം ഇവിടെ കണ്ടല്ലോ, ഇവിടെ പ്ലാസ്റ്റിക് അതാണ്. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് കയറി വെക്കാം. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് കൗണ്ടറാണിത്. ഇതെന്താ പുറ്റാണ് കേട്ടോ. അല്ല, പാമ്പും പുറ്റ. ടിക്കറ്റ് എടുക്കാം. ഇതെന്തോ പാറ സെറ്റ് ചെയ്യാറുണ്ട് ഓരോ ഇവിടെ ഉള്ള ആൾക്കാരെ പണിയായുധങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. വാ, 360 വടി ഇവിടെ ഉണ്ട്. 360 അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ₹40, ₹160. കാട്ടുപോത്തുള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും പോയി വെക്കാം. പിന്നെ നമ്മൾ ID കാർഡ് അവിടെ വേണം. പിന്നെ അങ്ങനെ പിന്നെ പാർക്കിംഗ് ഒന്നും വല്ലാതെ നല്ല രീതിയിൽ ഇല്ലാത്തൊരു ഏരിയ ഉണ്ടോ. സംഭവം കേരള ഗവൺമെൻറ് ഇതിൽ അണ്ടറിലാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി വെക്കാം. അപ്പോൾ ഇതാണ് ജാനകിക്കാട്. ഈ ജാനകിക്കാടിന് പേര് വരാണ് കാണുന്നത്. പുഴ നല്ല പവറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഈ ജാനകിക്കാടിൻ്റെ പ്രത്യേകത, അതായത് മരുതോങ്കര പഞ്ചായത്തിൽ കുറ്റ്യാടിയിലുണ്ടോ. അപ്പോൾ VK കൃഷ്ണമേനോൻ, അതായത് ഇന്ത്യയിലെ നയതന്ത്ര രംഗത്തെ ഏറ്റവും വലിയൊരു അഗ്രഗണ്യനോ അങ്ങനെയൊക്കെ ആയിരുന്നു മൂപ്പര്. അദ്ദേഹത്തിൻ്റെ സഹോദരി ജാനകി അമ്മയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. ഓക്കെ, അവിടെ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. പുഴ നല്ല പവറിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഏതോ ജാനകി അവിടെ ഉണ്ട്. ജാനകി ടിക്കറ്റ് കൗണ്ടറിലാണുള്ളത്. പുഴൻ്റെ പവർ നോക്കി, കിഡിലും പവർ കേട്ടോ. ഇവിടെ നല്ല ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ കറണ്ടൊക്കെ ഉത്പാദിപ്പിക്കാം. നീന്താൻ അറിയാത്ത ആൾക്കാരൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞുണ്ടല്ലോ. ഇവിടെയൊക്കെ ശരിക്കും നല്ല റിവർ റാഫ്റ്റിംഗ് ഒക്കെ പറ്റുന്ന സ്ഥലം കേട്ടോ. ഇതേപോലത്തെ ഫുള്ള് ഞാൻ മേലെ പോയോക്കട്ടെ. കാട് അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. മറ്റേതുണ്ട് പറഞ്ഞ ഇത് കാട്ടുപോത്ത്. കാട്ടുപോത്തുണ്ടെങ്കിൽ ഇതുകൊണ്ട് കുത്താ, കണ്ണ് കുത്തിയാൽ മതി. ഇവിടെ ഇങ്ങനെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടോ. പക്ഷെ നേക്ക് കപ്പിൾസ് ഉണ്ട് അവിടെയൊക്കെ. പോലെ പ്രൈവസിയിലേക്ക് നമ്മൾ കിടക്കാറുണ്ടാ മതി. കുറെ കപ്പിൾസ് ഉണ്ട്. എങ്ങനെ ഇപ്പം അങ്ങോട്ട് പോവാ? ഓരോ എങ്ങനെ ഇരിക്കണേ? പോയി നോക്കല്ലേ. ഇവിടെ കപ്പിൾസ് ഉണ്ടേ. കാടകം വനയാത്ര 800 മീറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ഇവിടെ എത്തി. സൗണ്ട് കേൾക്കണ് ആരെ? അപ്പോൾ ഇവിടുന്ന് 800 മീറ്റർ നടക്കാണ്ട്. സംഭവം എന്താ വെച്ചാൽ നടക്കാൻ വലിയൊരു വൈബ് കിട്ടില്ല. കാരണം എല്ലാവരും മുഹറത്തിൻ്റെ നോമ്പ് കിട്ടിക്കണം. അപ്പോൾ ചെറിയ ക്ഷീണുണ്ട്. പിന്നെ ഉറക്കം ഇന്നലെ രാത്രി 2 മണിക്കാണ് ഞങ്ങൾ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ചിലപ്പോൾ ഇങ്ങനെ നടത്തുന്ന ഇതാവും. ഇവിടുത്തെ വാച്ചർമാരുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. ഇനി ടു ബി ഹോണസ്റ്റ് കാര്യം പറയട്ടെ, ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മളെ ഗവൺമെൻറ്റുകൾ ഇതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരക്കണ്ടല്ലോ. പൈസ ഉണ്ടാക്കുക ഗവൺമെൻറ്. ടൂറിസം ഭയങ്കര ഫീൽഡല്ലേ. ഇതെല്ലാം നമ്മൾ ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ കയറുന്നു. സംഭവം അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഈ ഒരു പാലം. ഇവിടെ നല്ല റിസോർട്ടുണ്ട്. നേക്ക് റിസോർട്ടായിട്ട് സംഭവം നേക്ക് സ്ഥലമാണ്. പുഴ ഒഴുകണ നോക്കി, അയിലൊഴുകുന്നുണ്ട്. ഇതുണ്ട് കംപ്ലീറ്റ് ചെയ്ത് വിസ്തൃതിയിൽ. പ്രശ്നം വെച്ചാൽ ഒറ്റ ഈ റോഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ. അതുകൊണ്ട് നമ്മളെ വണ്ടി ഇങ്ങോട്ട് വന്നിരുന്നു, വീണ്ടും റിവേഴ്സ് പോയി ഇങ്ങോട്ട് വരുന്നു. ഓക്കെ, ഇതാണ് അവസ്ഥ.
റോഡ് ഇങ്ങനെ ആകുമ്പോഴേ എന്തായാലും പോയി നോക്കാം. സബ്സ്ക്രൈബ് ചെയ്തോ? ഇതാണ് അവസ്ഥ. ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ അങ്ങനെ നമ്മള് കണ്ണൂരിനോട് വിട പറഞ്ഞപ്പോ നമ്മള് മുടക്കല്ലൂരെത്തി. മുടക്കല്ലൂർ അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ ഇനി നമ്മള് നോമ്പറക്കാൻ വേണ്ടിട്ട് നേരെ കോഴിക്കോട് ബീച്ചിക്ക് പോകണം. ഓക്കെ, നമ്മള് കോഴിക്കോട് ബീച്ച് എത്തി. കോഴിക്കോട് ബീച്ചിലെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ബട്ട് റോഡ് ബീച്ചിലെത്തി നമ്മൾ. ബട്ട് റോഡ് ബീച്ച്. നമ്മൾ കടൽ നല്ല രൂക്ഷമായിട്ട് കടൽ ക്ഷോഭത്തിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അറിയോ, നമുക്ക് ബീച്ച് കാണുന്നില്ല. പക്ഷേ ഒരുപാട് കുരുവികൾ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ബീച്ചിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചെക്കന്മാരൊക്കെ അവിടെ ഇരിക്കുന്നത്. ഈ ബട്ട് റോഡിലെ ബീച്ച് ഉണ്ടല്ലോ, ബട്ട് ബീച്ച് എന്നതിന് പറയുന്നത് ഇപ്പം നമ്മൾ ഇരിക്കണേ ഇതാണ് നൈസ് ബീച്ച് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിലൊക്കെ ഒരു റൂം എടുത്താണ് ഇങ്ങനെ കിടന്നിറങ്ങണം. കടലിൽ നോക്കിയിട്ട് ഇൻഷാ അല്ലാ. അപ്പം ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോവും. ഒന്നാമത് അങ്ങനെ മന്ദപ്പിൽ ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം. ഓക്കെ, കുറച്ചേരം കൂടെ കിടക്കണേ. നമ്മുടെ സീറ്റ് ബാക്കിലേക്ക് വന്നു. നമ്മൾ ബാക്കിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ്, ഇങ്ങനെയാണ് ബീച്ചിൻ്റെ വൈബ്. ബീച്ചിലാണ് അപ്പോൾ നമ്മൾ ഒരു ഫുഡ് സ്പോട്ട് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശക്കുണ്ടോ? ഒരു ദിവസം കൂടി മണി നോക്കാം. പിന്നെന്താ? ഓക്കെ, നമ്മളെ ബീച്ച് സ്റ്റേജ്. ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാണ്ട് മുഗ്ദാർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലെത്തിക്കണ്. ഇവിടെ ഉള്ള വിഭവങ്ങൾ ബാബുട്ടി. അപ്പോൾ കട്ട്ലറ്റ്, എണ്ണക്കായ, ചിക്കൻ പൊരി, ചിക്കൻ സകല സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ തൽക്കാലം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ 1ാം റൗണ്ട് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ 2ാം റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കോഴിക്കോടിനോട് വിട പറഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി നാട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാം.